അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഉളൻ നൂല് കൊണ്ട് റോസാപ്പൂവ് ഉണ്ടാക്കാം. ഇലയൊക്കെ വെച്ചിട്ടുള്ള ഒരു റോസാപ്പൂവ് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നൂല് കെട്ടാക്കി അതിൻ്റെ ഉള്ളിൽ സൂചി ഇട്ട് കുടുക്കി. ഇനി ഇത് നമുക്ക് നൂല് സൂചിമ ചുറ്റി ഉള്ളിൽ കൂടെ വലിക്കുക. അപ്പോൾ ഒരു സ്റ്റേജായി. പിന്നെ അതേപോലെ നൂല് സൂചി ഉള്ളിൽ കൂടെ വലിക്കുക. നൂല് ചുറ്റുക, സൂചി ഉള്ളിൽ കൂടെ വലിക്കുക. അങ്ങനെ എല്ലാം ചെയ്യുക. അപ്പോൾ അത് ഓരോ ഇതായി സ്റ്റിച്ചായിട്ട് വരും. അതിനാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുക. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. അതായത് നമുക്കൊരു 16 ചെയ്യണം. 16 സ്റ്റിച്ച് ഇടണം. അതിന് ശേഷം നമ്മൾ അത് സൂചിമ ചുറ്റിയിട്ട് ഫസ്റ്റിലത്തെ ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കുത്തിയിട്ട് മേലേക്ക് നൂലെടുക്കുക ഉള്ളിൽ കൂടെ. എന്നിട്ട് 2 നൂലിന് കളയുക. എന്നിട്ട് ഒന്നും കൂടെ ചുറ്റിയിട്ട് 2 നൂലിൻ്റെ ഹോളിൽ കൂടെ എടുക്കുക. വീണ്ടും ചുറ്റുക. എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ കുത്തുക. ഉള്ളിൽ കൂടെ നൂല് മേലേക്ക് വലിക്കുക. എന്നിട്ട് സൂചിമ നൂല് ചുറ്റുക, 2 കളയുക, പിന്നെയും ചുറ്റുക, 2ൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. പിന്നെ അങ്ങനെ തന്നെ അങ്ങനെ ഈ 16 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ കുത്തി കൊടുക്കണം. കുത്തിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം. ഉണ്ട് സ്റ്റിച്ചിനുള്ളിൽ കൂടെ കുത്തി നൂല് ചുറ്റി മേലോട്ട് പൊന്തിച്ച് വലിച്ച് എന്നിട്ട് 2 കളഞ്ഞ് എന്നിട്ട് വീണ്ടും ചുറ്റി 2ൻ്റെ ഹോളിൽ കൂടെ എടുക്കുക. എന്നിട്ട് വീണ്ടും ചുറ്റുക. എന്നിട്ട് സ്റ്റിച്ചിനുള്ളിൽ കൂടെ കുത്തുക. അങ്ങനെ ഫുള്ളും ഇപ്പോൾ നമ്മൾ തുന്നിക്കഴിഞ്ഞ് 16 സ്റ്റിച്ചും തുന്നിക്കഴിഞ്ഞ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കൊരു 4 ചെയിൻ സ്റ്റിച്ച് ഇടണം. എന്നിട്ട് 2 സ്റ്റിച്ചിൽ 3ാമത്തെ സ്റ്റിച്ചിനുള്ളിൽ കൂടെ സൂചിയിട്ട് നൂലടി കൂടെ മേലേക്ക് വലിച്ചിട്ടിട്ട് ലോക്ക് ചെയ്യണം. ഇനി വീണ്ടും അതേപോലെ 4 സ്റ്റിച്ച് ഇടുക. സ്റ്റിച്ചിട്ട് 3ാമത്തെ സ്റ്റിച്ചിനുള്ളിൽ കൂടെ കുത്തിയെടുക്കുക. നൂല് ചുറ്റുക, ഉള്ളിൽ കൂടെ വലിക്കുക. വീണ്ടും 4 സ്റ്റിച്ച് ഇടുക. ഈ 2 സ്റ്റിച്ച് 3ാമത്തെ സ്റ്റിച്ചിനുള്ളിൽ കൂടെ കുത്തുക, ലോക്ക് ഇടുക. അങ്ങനെ എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഉണ്ട് റിങ് പോലെ ആയിക്കണേ. നമ്മൾക്ക് ഇതിനൊക്കെ ഇതൾ വെച്ച് കൊടുക്കണം. ആ വലിയ ഹോള് കാണില്ലേ റിങ് പോലെ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ഇടണം. അത് ഉള്ളിൽ കൂടെ എടുത്ത് വലിച്ച് ഉള്ളിൽ കൂടെ എടുത്ത് സ്റ്റിച്ച്. അതാണ് അങ്ങനെ നമ്മൾ ഇതൾ ഉണ്ടാക്കണത്. റോസാപ്പൂവിന് ഇതൾ ഉണ്ടാക്കണതാണ്. ഉള്ളിൽ കൂടെ എടുത്ത് മേലേക്ക് പൊന്തിച്ച് സ്റ്റിച്ച് വലിച്ച് പിന്നെ നൂല് ചുറ്റി പിന്നെ അതിൻ്റെ ഉള്ളിൽ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് വീണ്ടും അതേപോലെ അങ്ങനെ എല്ലാം ചെയ്യണം. അത് ഞാൻ വളരെ സാവധാനം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അങ്ങനെ ഇപ്പോൾ നമ്മളെല്ലാം തുന്നിക്കഴിഞ്ഞ് എല്ലാ ഇതളും തുന്നിക്കഴിഞ്ഞ് ആ നൂല് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചാൽ അതൊരു കെട്ടായിട്ട് വരും. കെട്ടായി.
അത് കട്ട് ചെയ്ത് കളയണം. നമ്മളെല്ലാ ഇതളും തുന്നിക്കഴിഞ്ഞ് നമ്മൾ നൂല് മുറിച്ചിട്ട് സൂചി കോർക്കണം. പൂവുകൾ ഇങ്ങനെ നന്നായിട്ട് ചുരുട്ടണം. ചുരുട്ടി എടുക്കുമ്പോൾ ഇതളുകളൊക്കെ ഇങ്ങനെ ഒപ്പായി വരും. അപ്പോൾ നമുക്ക് നല്ലൊരു റോസാപ്പൂ കിട്ടും. നല്ലൊരു റോസാപ്പൂവായി വരും. ഇതിൻ്റെ അടി നമുക്കെല്ലാം കൂടെ കൂട്ടിയൊന്ന് സൂചി നൂലും വെച്ചൊന്ന് തുന്നിക്കൊടുക്കാം. സൂചി വലിക്കുമ്പോൾ അത് കെട്ടാക്കിയിട്ട് നൂലിൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുത്തിട്ട് കെട്ടാക്കുക. എടുത്ത് ഇനി നമുക്ക് അതിനുള്ളൊരു ഇല ഉണ്ടാക്കാം. നൂല് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് കുത്തി ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചാൽ ഒരു കെട്ടായി. ഇനി ഇത് ആ നൂല് പുറത്തേക്ക് ഇട്ടിട്ട് പിടിച്ച് വലിച്ചാൽ ആ ഹോള് ചെറുതായി വരും. ഇനി അത് 2 വിരലുകൊണ്ട് അത് പിടിക്കും. ആ വട്ടത്തിൻ്റെ അവിടെ പിടിക്കുക, നൂല് പിടിക്കുക. 2 വിരലുകൊണ്ട് ആ വലിയ നൂലും പിടിക്കും, നീളമുള്ള നൂലും പിടിക്കും. ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ നൂലുമേ ചുറ്റി സൂചിമേ ചുറ്റിയിട്ട് നൂല് ഉള്ളിൽ കൂടെ മേലേക്ക് വലിക്കും. വീണ്ടും സൂചിമേ നൂല് ചുറ്റുക, എന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ എടുക്കുക, വീണ്ടും അത് ഉള്ളിൽ കൂടെ എടുത്ത് അങ്ങനെ എല്ലാം തുന്നണം. ചുറ്റും തുന്നണം ആ വട്ടത്തിന്. നമ്മളെ തുന്നൽ കഴിഞ്ഞ് നമ്മളെ നൂല് കത്രികയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത ഭാഗം നൂല് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ സൂചി കൊണ്ട് കൊളുത്തി വലിക്കണം. അപ്പോൾ കെട്ടായി. നമുക്ക് ഇനി തൂങ്ങിക്കിടക്കണ നീളമുള്ള നൂലുണ്ടല്ലോ, അതിൻ്റെ പിടിച്ച് വലിക്കുക. വലിച്ചാൽ ഇത് നില ഇങ്ങനെ ടൈറ്റായിട്ട് വരും. ഈ 2 നൂലിൻ്റെ അറ്റം കൂടി കൂട്ടിക്കെട്ടുക. തുന്നിയത് അഴിഞ്ഞു പോവാതിരിക്കാനൊക്കെ നന്നായിട്ടുള്ളത് കൂട്ടിക്കെട്ടുക.
അങ്ങനെ നമ്മൾ പൂവ് തുന്നണ പണി കഴിഞ്ഞ് ഇൻഷാ അല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.